എൻ്റെ പേര് അജേഷ് സാമുവൽ. എൻ്റെ സംരംഭം ഒരു ആറോ പ്ലാന്റാണ്. ആറോ പ്ലാന്റിൻ്റെ പേര് AS ആറോ പ്ലാന്റ് എന്നാണ്. ഇപ്പം തുടങ്ങുന്നത് ഞാൻ വെളിയനാട് പഞ്ചായത്ത് ലാണ് തുടങ്ങുന്നത്, 6-ാം വാർഡിലാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കരുമാടി എന്ന സ്ഥലത്താണ്. ഞാൻ ഗൾഫിലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ കൊറോണ ആയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നിത്യമായിട്ടൊരു വരുമാനം കിട്ടാത്തപ്പോൾ പല കാര്യങ്ങളും ചെയ്തു. ഒന്ന് കൃഷി ചെയ്തു, നെൽകൃഷി ചെയ്തു, മീൻ കൃഷി ചെയ്തു, കപ്പ കൃഷി ചെയ്തു. ഇതെല്ലാം നമുക്ക് 6 മാസം കഴിഞ്ഞ്, കപ്പയാണെങ്കിലും 6 മാസം കഴിഞ്ഞ്, നെൽകൃഷിയാണെങ്കിലും 130 ദിവസം 120 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള സാമ്പത്തികം കിട്ടുകയുള്ളൂ. അത് നെൽകൃഷിയാണെങ്കിൽ കാലാവസ്ഥ പ്രശ്നമാണെങ്കിൽ നമുക്ക് കിട്ടത്തുമില്ല. അങ്ങനെ ഇപ്പോൾ നമുക്ക് കുടുംബം ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഉള്ള ഒരു സംരംഭം തുടങ്ങണം എന്ന ആശയമായിട്ട് വ്യവസായ വകുപ്പിലേക്ക് വരികയും അവർ ചോദിച്ചു ഏത് വ്യവസായമാണ് തുടങ്ങുന്നത്, എന്താണ് കാര്യം. അപ്പം അങ്ങനെയാണ് ഈ ആറോ പ്ലാന്റാണ് തുടങ്ങുന്നത്. വെളിയനാട് പഞ്ചായത്തിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണ്. അതുകൊണ്ട് നമുക്കവിടെ ഒരു തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാനവിടെ ചെല്ലുകയും വ്യവസായ വകുപ്പ് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ബാങ്ക് ആണെങ്കിലും ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്ക് സാങ്ഷൻ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി എല്ലാ ആൾക്കാരും, നമ്മൾ ഗൾഫിൽ നിന്ന് വന്നാൽ പോലും വൈറ്റ് കോളർ ഇട്ടുകൊണ്ട് ചെയ്യാതെ നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 വർഷത്തെ വാലിഡിറ്റി ഇപ്പോഴും ഉണ്ട്. വെൽഡിംഗ് ഇൻസ്പെക്ടറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. 2 വർഷം വാലിഡിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് നാട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബമായിട്ട് ചേർന്ന് നിന്ന് അവരുടെ സ്നേഹം പങ്കിടുവാനും അവരെ നോക്കുവാനും അവരെ കെയർ ചെയ്യാനും നമുക്ക് ഈ വ്യവസായം കൊണ്ട് നമുക്ക് ചെയ്യുവാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഒരു കാരണവശാലും നിങ്ങൾ ഈ വ്യവസായത്തിനാണെങ്കിലും ഏത് സംരംഭത്തിനാണെങ്കിലും നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി വ്യവസായ വകുപ്പ് 100% നിങ്ങളോട് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കേരള സർക്കാരിൻ്റെ വ്യവസായ മന്ത്രി P. രാജീവ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് കാര്യത്തിലും, ഈയിടെ ഞങ്ങളുടെ തകഴിയിലാണെങ്കിൽ പോലും ഒരു സംരംഭത്തിൻ്റെ അതിനൊരു പ്രശ്നം വന്നായിരുന്നു. അദ്ദേഹം ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സംരംഭം തുടങ്ങാൻ തോന്നും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നതും. ഏത് സംരംഭത്തിന് അദ്ദേഹം ഒരു തടസ്സം പോലും നിൽക്കാതെ ഇങ്ങനെ ഒരു വ്യവസായ വകുപ്പ് മന്ത്രിയെ നമുക്ക് കിട്ടിയത് വലിയൊരു കേരളത്തിനൊരു അഭിമാനമാണ്. അത് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ്.